വെൽക്കം ബാക്ക് ടു പൊന്നു ഈസി കുക്കിംഗ്. അപ്പോൾ ഇന്ന് പഴനുറുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും തിരുവോണ നാളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ സദ്യക്കപ്പവും ഇത് വിളമ്പാറുണ്ട്. അപ്പോൾ ഈ പഴനുറുക്കും പപ്പടവും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പപ്പടവും ഈ പഴനുറുക്കിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ശരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. തിരുവോണത്തിന് നമുക്ക് സദ്യ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒത്തിരി സമയം ആവശ്യമാണ്. അത് കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു 4 ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തതല്ല, എന്നാലും നമ്മൾ കഴിക്കാൻ പാകത്തിന് പഴുത്തിട്ടുള്ള 4 ഏത്തക്കായാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഒരു 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ 4 പീസായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. അറൗണ്ട് ഒരു 4 ഏത്തക്കായ വരുമ്പോഴേക്കും ഒരു 3/4 കിലോയോളം ഏത്തക്കായ ആവുന്നുണ്ട്. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് ആവിയിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം വന്നിട്ട് മീഡിയമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഏതാണ്ട് നന്നായിട്ട് ആവിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. ഇനി അടുത്ത് ഇതിലേക്ക് ഒരു 100 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല കറുത്ത ശർക്കര എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ പഴനുറുക്കിന് ഒരു പ്രത്യേക നല്ല ഡാർക്ക് കളർ കിട്ടത്തുള്ളൂ. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. സാധാരണ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഈ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ശരിക്കും ഈ പഴത്തിലൊക്കെ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പഴങ്ങളൊന്ന് ഇങ്ങനെ തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ ശർക്കര പാനി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴത്തിലൊക്കെ കുറച്ച് നന്നായിട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പഴവും ഇങ്ങനെ ഇളക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ശരിക്കും ഇത് കേരളത്തിൻ്റെ ഒരു ഓതൻറ്റിക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഈ ശർക്കരപ്പാനിയും പഴവും മാത്രമാണ് ചേർത്തുണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് തേങ്ങയും കൂടെ ചിരകി ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഏറൗണ്ട് നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. കണ്ടോ, ശരിക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ തണുത്തതിന് ശേഷം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കയോ അല്ലെങ്കിൽ ചുക്കിൻ്റെ പൊടിയോ നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലാക്കി കൊടുത്തതിന് ശേഷം ഒരു 4-5 ഏലക്ക ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കിൻ്റെ പൊടി നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണോളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. നെയ്യ് കൂടെ ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതും ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. ഓണത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, ഞാൻ 100% ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്നൂടെ ഒന്ന് കാണിച്ചു തരാം. ഒരു പഴനുറുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പപ്പടം ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കഴിക്കുകയാണെങ്കിലേ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.